സോറി, വരാനൊത്തില്ല. അതെന്റെ തെറ്റ്. ആ വിട്ടുകള, നീ ക്ഷമിക്കും. ഫുഡ് ഞാൻ ഉണ്ടാക്കാം. ഈ മൂടൊക്കെ ഒന്ന് മാറട്ടെ. ചെന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് കുളിച്ചിട്ട് ഫ്രഷ് ആയിട്ട് പെർഫ്യൂം അടിക്കണം, എന്നിട്ട് കിടന്നു തരണോ അല്ലേ? അല്ലേ എന്നതൊക്കെയുടെ പറയുന്നത്? മമ്മ മരിച്ചേക്കുന്ന അവസ്ഥയില് ഞാൻ അങ്ങനെയൊക്കെ പറയൂ? അങ്ങനെയൊക്കെ ചെയ്യൂ? വേണ്ട, അഭിനയിക്കണ്ട. ഏത് മൂഡിലായാലും ദേഷ്യപ്പെടുന്നതും ഒച്ചയുണ്ടാക്കുന്നതും എനിക്കിഷ്ടമല്ല. അതറിയാമല്ലോ മുൻപ്. ഒന്ന് പോയി തരാവോ? അങ്ങനെ പറഞ്ഞാലോ? ഇത് കഴിക്കും, ഒന്ന് കൂളാവട്ടെ. മമ്മയോട് എനിക്ക് സ്നേഹം ഉണ്ടായിരുന്നു, ആത്മാർത്ഥമായിട്ട് തന്നെ. ഒരു പാവം സൂക്കേടുകാരി തള്ള. അതിന് വേറെ ഒരു കമ്മിറ്റ്മെന്റ്സും ഉണ്ടായിരുന്നില്ല. പക്ഷെ മോളോട് അങ്ങനെയാണോ? നിന്റെ ചെലവുകൾ, മമ്മയുടെ സർജറിക്കും ചികിത്സയ്ക്കുമുള്ള പണം, പിന്നെ ബാങ്കുകാരും കടക്കാരും മോളെ ശല്യം ചെയ്തപ്പോ തന്ന പ്രൊട്ടക്ഷൻ, എല്ലാത്തിനും കണക്കുള്ളതല്ലേ? അപ്പോ സ്നേഹവും സെക്സും ഒക്കെ പലിശ ചേർത്ത് ഞാൻ അങ്ങ് പിടിച്ചു. ഇത്രയും കാലമില്ലാത്ത എതിർപ്പ് ഇനി വേണ്ട, മനസ്സിലായോ? അവിടെ അവളും ഇപ്പൊ ഇവിടെ നീയും. സമ്മതിക്കത്തില്ല കണ്ടില്ലേ ഞാൻ. നമ്മുടെ കാര്യം അവൾ അറിഞ്ഞോ? ഞാൻ എന്നെ ഒരു പോറല. അമ്മ മരിച്ച് 16 അടി എന്തെങ്കിലും കഴിയണ്ടേ? ഭക്ഷണം കഴിച്ച് സമാധാനമായിട്ട് പോയി കിടക്കും. മിഥുനെ, ആ വിവേകാനന്ദനല്ലേ ഇത്? ഏത് വിവേകാനന്ദൻ? നമ്മുടെ ഡയാനയുടെ പാർട്ട്ണർ ആണോ? സർ പ്ലീസ്. ഇത് അയാളുടെ പുതിയ ഇരയാവാനാ സാധ്യത. കുറച്ച് ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. ബ്യൂട്ടീഷ്യനാ. ഇയാൾ ആ പാർലറിന്റെ പരിസരത്ത് കറങ്ങി നടക്കുന്നുണ്ടെന്ന് മുമ്പിലുള്ള ഷോപ്പുകാരൻ പറഞ്ഞു. ഇവൻ ശരിക്കൊരു പെർവേർട്ടഡ് വുമണൈസർ തന്നെയാ. എന്തേലും ആവട്ടെ, എനിക്കകം മടുത്തിരിക്കുക. അതാ ഞാൻ പറഞ്ഞത്, നീ വെറൊരു ഫൂളാ. അയാൾ വരും, തിന്നും, ലേഹ്യം കഴിക്കും, പെർഫ്യൂം അടിക്കും, കൊഞ്ചിക്കൊഴയും, നിന്നെ പിച്ച് പറിക്കും. നീ അതൊക്കെ സഹിക്കും. പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഇറക്കി വിടണം. അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല, കേസ് കൊടുക്കണം. അയാളുടെ സർക്കാർ ജോലിയും തെറിക്കും, അകത്തു പോവും. ഞാൻ ആലോചിക്കാതെ അല്ല, പിന്നെ അതിന്റെ പുറകെ നടക്കണം. കാശും വേണം. നമ്മൾ കാണുന്നതല്ലേ, അയാൾ എങ്ങനെയെങ്കിലും ഉരുപ്പോരും. പിന്നെ എത്ര കാലം വെച്ചാൽ അതൊക്കെ സഹിക്കുക? ഇതിനൊരു അവസാനം വേണ്ടേ? നാട്ടിലുള്ള ഭാര്യ പാവം ഇയാളുടെ കളികളൊന്നും അറിയാതെ വെച്ചും വിളമ്പി കൂടെ കിടന്നുകൊടുത്തോണ്ടിരിക്കല്ലേ. അതിന് അവരിതൊക്കെ അറിയിച്ച് റിവഞ്ച് എടുക്കാനോ? അതൊരു തരം ചീപ്പ് ഇടപാടാ. അതിന് ഞാനില്ല. അയ്യോ അതല്ല, ബെഡില് നിന്റെ അതേ അവസ്ഥയിൽ തന്നെ ആയിരിക്കില്ലേ അവരും? ഒന്നും ശരിയാവില്ല. എന്ത് പ്ലാനാ ഇത്? നടക്കാത്ത കാര്യം. നടക്കും. ഞാൻ പറഞ്ഞ പോലെ കാര്യങ്ങൾ ഒത്തുവന്നാ നടക്കും. പക്ഷേ അവര് സമ്മതിക്കുമോ? എങ്കിലല്ലേ പറ്റൂ. പറ്റണം. നമ്മൾ സമ്മതിപ്പിക്കണം. അത്ര എളുപ്പാവില്ല. നമുക്ക് ആഞ്ഞു ശ്രമിക്കാം. ഞാൻ കട്ടയ്ക്ക് കൂടെ ഇല്ല. എന്താ അവരുടെ പേര്? സിത്താര.
ഞങ്ങളൊരു യാത്ര പോവാം. ഞങ്ങളെന്ന് പറഞ്ഞ ഞാനും എൻ്റെ ഫ്രണ്ട് ആയിഷയും. എവിടോട്ടാ? അത് പറയണ്ട. എന്നെ ഇനി വിളിക്കണ്ട. എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കും. ഞാനിവിടെ തട്ടിക്കൊണ്ടുപോകാന്ന് പേടിക്കണ്ട. നമ്മൾ തമ്മിൽ വലിയ പരിചയമില്ല. സാരമില്ല, ഈ യാത്രയിൽ ഇടയ്ക്ക് വെച്ച് നമ്മൾ കണ്ടുമുട്ടും. ഓക്കെ മിസ്റ്റർ വിവേകാനന്ദൻ, ബൈ. നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് അല്ലേ? എനിക്കാകെ ടെൻഷൻ. ഇന്ന് ടെൻഷൻ ആവണ്ട. നാളെ രാവിലെ വരെ റിലാക്സ് ചെയ്യും. ടുമോറോ വിൽ ബിഗിൻ ആ ബാറ്റിൽ. വാ, ഇറങ്ങ്. വാ, ഇരിക്ക്. കുറച്ച് ദിവസമായിട്ട് ഞാനിവിടെ ഒറ്റയ്ക്കാ. പാർട്ട്ണറായിട്ട് ചെറിയൊരു പിണക്കം. ഇതവളുടെ പപ്പയും അമ്മയാ. സർ, ട്രീറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഏതെങ്കിലും റെസ്റ്റോറൻ്റ് ആണെന്നാണ് വിചാരിച്ചത്. ഇതിപ്പോൾ വീട്ടിൽ എല്ലായിടത്തും CCTV അല്ലേ. ഇവിടെ ആകുമ്പോൾ വി വിൽ ഫീൽ മോർ ഫ്രീ ആൻഡ് കംഫർട്ടബിൾ. ഇരിക്കേ, ഞാൻ പോരാ. എല്ലാ ചീപ്പ് നമ്പറും ഉണ്ട് കയ്യിൽ. എവിടെ വരെ പോകുന്ന നോക്കാം. ഒരു ബീർ എടുക്കട്ടെ? ചിൽഡ് ബീർ. സാറ് കഴിച്ചോ? എനിക്ക് വേണ്ട. ഞാൻ കഴിക്കില്ല. ഇത് ദിവ്യക്ക് വേണ്ടിട്ടാ. ഒരു ബീറൊക്കെ ആവാം. ഞാനൊരു ഗംഭീര കുക്കാരൻ്റെ ഫ്രണ്ട്സൊക്കെ പറയുന്നത്. ഇന്നെന്തായാലും ദിവ്യയുടെ ഒരു ഒപ്പീനിയൻ എനിക്ക് കിട്ടണം, എന്റെ ഒരു സന്തോഷത്തിന്. അയ്യോ, എനിക്ക് പോകണം, നേരമില്ല. എപ്പോഴും തിരക്കാണല്ലോ. ഫ്രിഡ്ജിൽ സാധനങ്ങളൊക്കെ റെഡി. ദിവ്യക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഐറ്റം. അതാണ് പ്ലാൻ. പിന്നെ ആവാസ, ഞാൻ പോട്ടെ. പോകാം. വേണമെങ്കിൽ ഫ്രഷ് ആയിക്കോ. ഒന്ന് റിലാക്സ് ആകാലോ. എന്തിന്? ഞാൻ വീട്ടിലേക്കല്ലേ പോകുന്നേ? അല്ല, ഫ്രഷ് ആയ ഒരു സുഖം കിട്ടും. ഈ വേർപ്പിന്റെ മണമൊക്കെ ഒന്ന് പോകും. മനസ്സിലായില്ല. Be cool. You are really hot. താൻ ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരു പെണ്ണല്ല ഞാൻ. ഒരു സർട്ടിഫിക്കറ്റ് ബലത്തിൽ കൂടുതൽ കളിക്കാൻ വരണ്ട. എങ്ങോട്ടാ നീ പോകുന്നത്? കൊച്ചെവിടെ? പറയാതെ അങ്ങോട്ടും പോവാറില്ലല്ലോ. ഞാൻ കൊന്നിട്ടൊന്നുമില്ല. എങ്ങാണ്ടാ ടൂർ പോയി. എങ്ങോട്ടാന്ന് പറഞ്ഞില്ല. അമ്മ ഞാൻ ഇറങ്ങുവാണ്. മോളെ നോക്ക്, ആരാണ്ടോ വരുന്നു.
സിത്താരയാണോ? അതെ, ആരാ? ഇത് ഡയന, ഞാൻ ആയിഷ. ഞങ്ങൾക്കല്പം സംസാരിക്കാനുണ്ട്. അയ്യോ, ഞാൻ ഓഫീസിലേക്ക് ഇറങ്ങിയതാണല്ലോ. ഇപ്പൊ തന്നെ ലേറ്റ് ആയി. എന്നതാ കാര്യം? അല്ല, അതങ്ങനെ തിരക്കിട്ട് പറയേണ്ട കാര്യമല്ല. ആ, എന്നായാലും ഇപ്പൊ നേരമില്ല. അമ്മയോട് പറഞ്ഞേക്ക്, അമ്മയ്ക്ക് തിരക്കൊന്നുമില്ല. വല്ല പോളിസിക്കാണെങ്കിൽ നടക്കുകയല്ല കേട്ടോ. അമ്മേ, പോളിസിക്കാരാ? പോളിസിയാണ് ഇപ്പൊ തന്നെ 2 ഉണ്ട്. LIC മെഡിക്കൽ ഇൻഷുറൻസും. നല്ല ഭാര്യ അമ്മേ. നമുക്ക് അവരുടെ ഓഫീസിലേക്ക് വിട്ടാലോ? ചേച്ചി, ഒരു ഡൗട്ട്. ഈ ഫയലൊന്ന് നോക്കൂ, അർജന്റാ. എന്നാ അർജന്റ്? സെക്രട്ടറി കണ്ടാലേ ഡിസ്പാച്ച് ചെയ്തുള്ളൂ. ലഞ്ച് കഴിഞ്ഞിട്ട് മതി മോളെ. വിശന്നിട്ട് കണ്ണ് കാണാൻ മേല. സിത്താര സാറേ, 2 സ്ത്രീകൾ കാണാൻ വന്നിട്ടുണ്ട്. നിങ്ങൾ ഇവിടെയും വന്നോ? അത്യാവശ്യമായതുകൊണ്ടാണല്ലോ. എന്നാ? അങ്ങോട്ട് മാറി നിന്ന് സംസാരിച്ചാലോ? ഈ വിവേകാനന്ദനല്ലേ നിങ്ങളുടെ ഹസ്ബൻഡ്? അതെ. അതിവിടെ. പക്ഷെ കൊച്ചിയിൽ ഇയാള് എൻ്റെ ലൈഫ് പാർട്ട്ണറാണ്. നിങ്ങളെ ഭീഷണിപ്പെടുത്താനോ അതുകൊണ്ട് എന്തെങ്കിലും കാര്യസാധ്യത്തിനോ അല്ല ഞങ്ങൾ വന്നത്. വിവേകാനന്ദന് ഭാര്യയും മോളും ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ അയാളുടെ കൂടെ ജീവിതം തുടങ്ങിയത്. പക്ഷെ നിങ്ങൾ അയാളുടെ എറണാകുളത്തെ ജീവിതം ഒന്നും അറിഞ്ഞില്ല. ഏത് സാധാരണ ഭാര്യയും പോലെ നിങ്ങൾ അയാളെ വിശ്വസിച്ചു. അയാളുടെ എല്ലാ വീക്ക്നെസ്സും നിങ്ങൾ രണ്ടാളും ഒരേപോലെ അനുഭവിച്ചിട്ടുണ്ടാവും. അത് പക്ഷേ ഇങ്ങനെ പബ്ലിക് പ്ലേസിൽ ഡിസ്കസ് ചെയ്യാനൊക്കുന്ന കാര്യമല്ല. ആ നമ്പർ ഒന്ന് ഷെയർ ചെയ്യും. രാത്രിയുള്ള വിളിക്കും. ഞങ്ങളുടെ വരവിൻ്റെ ഉദ്ദേശം അപ്പോൾ അവള് പറയും. അതിനൊരു തീരുമാനമാവുന്നവരെ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും. ഈ ബാഗിൽ വിവേകാനന്ദൻ്റെ കുറച്ച് ഐറ്റംസാ. വീട്ടിൽ കൊണ്ടുപോയി തുറന്നാൽ മതി. സിത്താര, ഡയാനയാണ്. ആയിഷ പറഞ്ഞ പോലെ ഒരു കാര്യത്തിൽ നമ്മുടെ എക്സ്പീരിയൻസ് ഒന്ന് തന്നെയായിരിക്കും. ബെഡിൽ അല്ലേ? എന്താ നിങ്ങളുടെ ഉദ്ദേശം? പേടിക്കണ്ട, പറയാം. നിങ്ങളുടെ ശരീരം നിങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. എൻ്റെ ശരീരം എനിക്കും. അതയാൾക്ക് കൊത്തിപ്പറിക്കാനുള്ളതല്ല. ആണോ? എന്റെ മുലകളിലും പൊക്കളിലും താഴെയൊക്കെ അയാൾ കടിച്ചു പറിച്ച കുറെ പാടുകളുണ്ട്. കാണു സിത്താരയ്ക്ക്? അതവിടെയും കാണുമല്ലോ അല്ലേ? കല്യാണം കഴിഞ്ഞിട്ട് 5-6 കൊല്ലായില്ലേ? അന്ന് മുതൽ പൂമുഖവാതിൽക്കല് പൂന്തിങ്കളായിട്ട് ജീവിക്കല്ലേ? നമ്മൾ ഒരുമിച്ച് നിന്നാ ഇത് അവസാനിപ്പിക്കാം. അയാൾ ഇത് അവസാനിപ്പിക്കണം. അതിനുള്ള വഴി എൻ്റെ ഫ്രണ്ട് പറഞ്ഞുതരും. ഞാൻ ഫോൺ കൊടുക്കാം. സിത്താര ടെൻഷൻ ആവണ്ട. ഉത്തമ ഭാര്യ എന്നുള്ള ഈ ടാഗ് ലൈൻ മനസ്സിൽ തൽക്കാലം ഡിലീറ്റ് ചെയ്തിട്ട് ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. അയാളുടെ പുതിയ ഇരയത്. ഇപ്പൊ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഇരകളുടെ എണ്ണം ഇനിയും കൂടും. അത് ഉറപ്പാ. സിത്താര ആലോചിക്കേ. പോലീസിൽ നിന്നും കോടതിയിൽ നിന്നും നീതിയൊന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പൊ പിന്നെ ഇതേ വഴിയുള്ളൂ. സമയമെടുത്ത് ആലോചിച്ച് മറുപടി പറഞ്ഞാൽ മതി.